രാവിലെ എഴുന്നേറ്റ് കൺമഷി നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി. ഒരുപാട് നാളായി അമ്മയെ കണ്ടിട്ട്. പഠിക്കാൻ പോകുന്ന അന്ന് അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടു പോയതാണ്. വീടെത്തുമ്പോഴും അവൾ ചിന്തകൾ പല വഴിയായി പോയിരുന്നു. ഉമ്മറത്തേക്ക് കയറി വാതിൽ മുട്ടി അവൾ ചുറ്റും നോക്കി. മുറ്റത്താകെ ചമ്മല നിറഞ്ഞിരിക്കുന്നു. എല്ലാത്തിനും കൂടെ സമയം കാണില്ല അമ്മയ്ക്ക്. എന്തൊക്കെ പറഞ്ഞാലും താൻ കൂടെ ഉണ്ടായിരുന്നത് ഒരാശ്വാസമായിരുന്നു. മാടുശ്ശേരിയിൽ പോണം. നേരം വീട്ടിലെ കാര്യങ്ങൾ താൻ തന്നെയാണ് നോക്കാറ്. വീടിൻ്റെ രൂപം തന്നെ ഇപ്പോഴാകെ മാറിയിരിക്കുന്നു. നീ എപ്പോഴാ വന്നേ? അമ്മ പെട്ടെന്ന് വാതിൽ തുറന്ന് തന്നെ കണ്ടതും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഇന്നലെ വൈകിട്ട് വന്നു അമ്മേ. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക്. പക്ഷേ അമ്മ ഫോൺ നോക്കിയില്ല. പരിഭവത്തോട് അമ്മയുടെ കവളിൽ മുത്തി. നേരം കിട്ടണ്ടേ? എല്ലാം കൂടെ ഒറ്റയ്ക്കാവണില്ല മോളെ. ഇടയ്ക്ക് തോന്നും നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. അകത്തേക്ക് കയറി അമ്മയുടെ കൂടെ അടുക്കളയിലെത്തിയപ്പോൾ നല്ല ചൂട് ആവി പറക്കുന്ന പുട്ട് പാത്രത്തിലേക്ക് കുത്തിയിടാനുള്ളത് അടുപ്പത്തുണ്ട്. കൺമഷി മുടി വാരി കെട്ടി കൈ കഴുകി തുണി കൂട്ടിയെടുത്ത് അവൾ പുട്ടുപാത്രത്തിൽ നിന്ന് പുട്ട് പ്ലേറ്റിലേക്കിട്ടു. വായിൽ വെള്ളം വരണണ്ടമ്മേ, എന്ത് നല്ല മണമാണ്. ആഞ്ഞു ശ്വസിച്ചുകൊണ്ട് അവൾ ഒരു പിടിയെടുത്ത് വായിലേക്കിട്ടു. അപ്പുറത്തെ പാത്രത്തിൽ കടലക്കറിയുണ്ട്, അതും കൂട്ടി കഴിക്കൂ കുഞ്ഞാ. കുളിച്ചതല്ലേ നീയ്? ഇന്നൊരിക്കലാണ്, നാളെ ബലിയിടാൻ പോകാനുള്ളതാണ്. അമ്മ പറഞ്ഞപ്പോൾ അതേന്ന് തലയാട്ടി. പുട്ടും കഴിച്ച അമ്മയ്ക്കൊപ്പം അവളും വീട് വിട്ടിറങ്ങി. നിനക്ക് അവിടെ നിന്നോടായിരുന്നു മോളെ? അമ്മയുടെ കൂടെ വരുന്നത് കണ്ടപ്പോൾ അമ്മ അവളെ നോക്കി ചോദിച്ചു. 2 ദിവസം അമ്മയുടെ കൂടെ നിൽക്കണമെന്നുണ്ട്. അവിടെ നിന്ന് വൈകുന്നേരം വരെ ഞാൻ അമ്മിണിനോട് ഒറ്റയ്ക്ക് ഓരോന്ന് പറഞ്ഞിരിക്കേണ്ടി വരും. ഇതാവുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് അമ്മിണിക്കുള്ള പുല്ലും കാടിവെള്ളവും കൊണ്ടുവന്ന് കൊടുത്തോളാം ഞാൻ. അമ്മയുടെ കൂടെ നിന്ന് പറഞ്ഞപ്പോൾ അമ്മ പുഞ്ചിരിയോടെ നോക്കി അവളെ. ശരിയാണ്, പോയി കഴിഞ്ഞാൽ ഇനി എത്ര നാൾ കഴിഞ്ഞിട്ടാണ് വരിക? ഓരോന്ന് സംസാരിച്ചിരുവരും മാടുശ്ശേരിയുടെ വാതിൽക്കൽ എത്തിയപ്പോൾ ഇന്ദു ഉണ്ടായിരുന്നു മുറ്റത്ത്. ചേച്ചി എപ്പോ വന്നു? കൺമഷിയെ കണ്ടപാടെ ഇന്ദു പുഞ്ചിരിയോടെ ചോദിച്ചു. തറവാട്ടിലേക്കുള്ള പാല് കൊണ്ട് വന്നതാണ് ഇന്ദു. ഞാൻ രാവിലെ വന്നുള്ളൂ മോളെ. സ്നേഹത്തോടെ അവളെ നോക്കി നോട്ടത്തിലും ഭാവത്തിലും അവളിൽ വല്ലാത്ത മാറ്റം വന്നതുപോലെ. പഴയ ചുറുചുറുപ്പില്ല, നിറം പറ്റിയ കണ്ണുകൾ. പക്ഷേ തോറ്റുകൊടുക്കില്ല എന്ന പോലെയുള്ള ആത്മവിശ്വാസം കൈവന്നിരിക്കുന്നു അവൾക്ക്. വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് വരാം. അവൾക്ക് സമയം വിലപ്പെട്ടതാണ്. പോയിട്ട് വേണ്ടിവരും കടകളിൽ പാല് കൊടുക്കുവാൻ. താനായിട്ട് അവളുടെ ജോലിക്ക് തടസ്സം നിൽക്കരുതെന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞു. അവളെ പറഞ്ഞയച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി. രാവുവച്ച രാവിലെ തന്നെ കരയോഗം കൂടാൻ പോയി. ഇനി വൈകിട്ടത്തെ ചായ കുടിച്ച് പിരിയുമ്പോഴേ ആളെ കാണാൻ പോലും കിട്ടുകയുള്ളൂ. സുഭദ്രാമ്മ അടുക്കളയിലുണ്ട്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സ് മാറി നേരെ വീട്ടിലേക്ക് പോയതാണ്. അമ്മയെ കാണാനുള്ള തിരക്കിൽ സുഭദ്രാമ്മയുടെ കൂടെ രാവിലത്തേത് ഉണ്ടാക്കാൻ സഹായിച്ചില്ല. അമ്മയാണെങ്കിൽ അച്ഛൻ്റെ ആണ്ടല്ലേ, വീടെല്ലാം അടിച്ച് വൃത്തിയാക്കാൻ വീട്ടിൽ നിന്നതാണ്. പണ്ട് താനുള്ളപ്പോൾ എല്ലാം പെട്ടെന്ന് കഴിയും. പക്ഷേ ഇപ്പോൾ എല്ലാം ഒറ്റയ്ക്കല്ലേ, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. നീ ഇത് കൊണ്ടുപോയി കൊടുക്കും മോളെ രുദ്രന്. അടുക്കളയിലേക്ക് ചെന്നതും സുഭദ്രാമ്മ കയ്യിൽ ഒരു കപ്പ് വെച്ച് നീട്ടി. മടിയോടെ അമ്മയെ ഒന്ന് നോക്കി. എവിടെ? ആളൊന്നും അറിയുന്നില്ല എന്ന ഭാവത്തിൽ നിൽക്കുകയാണ്. പതിയെ കപ്പ് വാങ്ങി നേരെ പിന്തിരിഞ്ഞ് നടന്നു. നടക്കുമ്പോൾ പിന്നിൽ നിന്ന് എന്തൊക്കെയോ അമ്മയും സുഭദ്രാമ്മയും പിറുപിറുക്കുന്നുണ്ട്. ഇനി എന്നെ പറ്റിയാണോ? വെറുതെ ഓരോന്ന് ചിന്തിച്ചുകൂട്ടി പടികൾ കയറി. രുദ്രേട്ടൻ്റെ മുറി മുകളിലാണ്. അന്ന് ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ആളെ താഴേക്ക് മാറ്റിയതായിരുന്നു. ഇപ്പോൾ എല്ലാം ഓക്കെ ആയപ്പോൾ വീണ്ടും മുകളിൽ തന്നെ വേണമെന്ന് വാശി പിടിച്ചത് കൊണ്ടാണ് സുഭദ്രാമ്മ ആൾക്ക് മുകളിലുള്ള മുറി ശരിയാക്കി കൊടുത്തത്. പടികൾ കയറി ചെല്ലുമ്പോൾ മുറി പാതി ചാരിയിട്ടിട്ടുള്ളൂ. കട്ടിലിൽ പോത്തുപോലെ കിടന്നുറങ്ങുന്നുണ്ട്. മേശമേൽ കപ്പ് വെച്ച് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. എല്ലാം പഴയ പോലെ തന്നെ, ഒരു മാറ്റവുമില്ല. ആളുടെ ബുക്ക് വെച്ച ഷെൽഫൊക്കെ അതേപടി വെച്ചിട്ടുണ്ട്. കട്ടിലിൽ നോക്കുമ്പോൾ ഒരു ബുക്ക് പാതി തുറന്ന് കിടക്കുന്നു. അതിൻ്റെ മുകളിൽ കൈയൊക്കെ വെച്ചാണ് പുള്ളി കിടക്കുന്നത്. വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയതാവുമെന്ന് മനസ്സിലായി. തുറന്ന ബുക്കിലെ വരികൾ കാണി അവളിൽ ചിരി വിരിഞ്ഞു. പതിയെ ബുക്കെടുത്ത് മടക്കി വെച്ച് ആളെ തട്ടി ഉണർത്തി. രുദ്രേട്ട, എണീറ്റേ. അവനെ വിളിച്ചെണീറ്റപ്പോൾ ഉറക്കച്ചടവോടെ കണ്ണുകൾ ചിമ്മി തുറന്ന് ആള് ചുറ്റും നോക്കുന്നുണ്ട്. നീ എന്താടി ഇവിടെ? കൺമഷിയെ കണ്ടതും ആൾക്ക് റിലേ മൊത്തം പോയി. 2 സെക്കൻഡ് കഴിഞ്ഞാണ് വീട്ടിലാണ് എന്നുള്ള ബോധം വന്നത്. അവൻ എണീറ്റ് അവളെ നോക്കി. കയ്യിൽ കപ്പൊക്കെ പിടിച്ചു നിൽക്കുന്ന അവളെ സംശയത്തോടെ നോക്കി. എന്താ അന്തം വിട്ട് നോക്കുന്നേ? ചായ കുടിക്ക്, എന്നിട്ട് വേഗം താഴോട്ട് വാ. നേരത്ര എന്ന വിചാരം. അവൾ ബെഡിൻ്റെ അരികിലായുള്ള ടേബിളിൽ കപ്പ് വെച്ച് ബുക്കെടുത്ത് ഷെൽഫിൽ വെച്ചു. വേഗം താഴോട്ട് വന്നോണം, ഇനി കിടക്കാൻ നിൽക്കണ്ട. ഇത് ബാംഗ്ലൂരല്ല. അവൻ ചായ ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ച് ഒരിറക്കി കുടിക്കുമ്പോൾ വീണ്ടും അവൾ വിളിച്ചു പറഞ്ഞോട് താഴേക്ക് ഇറങ്ങിപ്പോയി.
അവൻ പെട്ടെന്ന് തന്നെ എണീറ്റ് ഫ്രഷ് ആവാനായി കയറി. അല്പനേരം കഴിഞ്ഞ് താഴോട്ട് ചെല്ലുമ്പോൾ അടുക്കളയിൽ അമ്മമാരോട് കോളേജ് വിശേഷം പറഞ്ഞിരിക്കുവാണ് കൺമഷി. റൂംമേറ്റേഴ്സ് നോർത്ത് ഇന്ത്യൻ ആണെന്നും അവരോട് വർത്താനം പറഞ്ഞ് ഇംഗ്ലീഷൊക്കെ നല്ലോണം പഠിച്ചു എന്നൊക്കെ തട്ടിവിടുന്നുണ്ട്. അവൾ കാണാതെ വാതിൽക്കൽ നിന്ന് രുദ്രൻ കേൾക്കുന്നുണ്ട്. എൻ്റെ പൊന്നു ദൈവമേ, ചുമ്മാ തള്ളി വിടുക. ആ കൊച്ചുങ്ങൾ ആംഗ്യ ഭാഷ കാണിച്ച ഇവളോട് വല്ലതും പറയുന്നേ. ഇവളാണെങ്കിൽ തിരിച്ചും അങ്ങനെ തന്നെയാ, എന്നിട്ട് ഇംഗ്ലീഷ് പഠിച്ചുവെന്ന്. അവനൊരു പുച്ഛത്തോടെ ഗ്ലാസ് അടുക്കള ടേബിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. ആ ഏട്ടൻ അങ്ങനെ പലതും പറയൂ അമ്മ. ഞാൻ അവിടെ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചത് പിന്നെ ഇംഗ്ലീഷ് അല്ലാതെ പിന്നെ. രുദ്രേട്ടനാണെങ്കിൽ പിന്നെ വരും കോളേജിലോട്ട് എൻ്റെ ടീച്ചർമാരെ ലൈൻ അടിക്കാൻ. പേരിന് എന്നെ കാണാനാണ്. എന്നിട്ട് കണ്ണിൽ കണ്ട പെൺപിള്ളേരെ മൊത്തം വായി നോക്കാനാണ് പരിപാടി. അവൾ അതേ ലൈനിൽ തിരിച്ചു കൊട്ടിയപ്പോൾ രുദ്രൻ അവളെ കണ്ണുരുട്ടി കാണിച്ചു. ഈ കുരുപ്പ് നിന്റെ കയ്യിൽ നിന്ന് മേടിക്കും. അവൾ അവിടെ കറിക്കറിയാൻ വെച്ച മുരിങ്ങാക്കോൽ കയ്യിൽ കിട്ടിയപ്പോൾ അതും വെച്ച് അവളുടെ പിന്നാലെ ഓടി. നിക്കടി അവിടെ, അവൻ പറഞ്ഞപ്പോൾ അതിലേറെ സ്പീഡിൽ അവൾ പുറത്തേക്ക് ഓടി. ഈ കുട്ടികളെന്താ ഈ കാട്ടണേ? സുഭദ്രാമ ചിരിയോടെ പറഞ്ഞപ്പോഴേക്കും ഇരുവരും മുറ്റത്തെത്തിയിരുന്നു. സൈഡിലെ ചാമ്പമരത്തിൻ്റെ ചോട്ടിലെത്തിയപ്പോൾ അവൾ കിതപ്പോട് അവനോട് നിൽക്കാൻ പറഞ്ഞു. അവനും പുഞ്ചിരിയോടെ അവളെ നോക്കി. നീ എന്തൊക്കെ തോന്നിയാസം അവിടെ പറഞ്ഞ് കുരുട്ടെ? അവളുടെ ചെവിയിൽ പിടിച്ചു തിരിച്ചപ്പോൾ അവൾ വേദന കൊണ്ട് അലറി. എന്നെ വിടു രുദ്രേട്ടാ, ഞാൻ ഒച്ച വയ്ക്കും കേട്ടോ. ഞാൻ പറഞ്ഞതിലാണോ കുറ്റം? നിങ്ങൾ ആ മാമി നോക്കിയത് കണ്ടല്ലേ ഞാനത് പറഞ്ഞേ. അവൾ ചുണ്ടുകൊട്ടി. എടി, അത് ഞാൻ വായി നോക്കിയതാണോ? അവൻ വിടാൻ ഭാവമില്ല. അവസാനം തല്ല് രണ്ടും ചാമ്പക്കത്ത് നിന്ന് തീർത്ത് രണ്ടുപേരും കൂടി ഡയാന റൂമിലാക്കി. അന്ന് ഫുൾ ഡ്യൂട്ടി ആദി ഏറ്റെടുത്തിരുന്നു. അവളെ അനങ്ങാൻ സമ്മതിക്കാതെ സോഫയിലിരുത്തി പണികൾ മുഴുവൻ ആദി ചെയ്തു. ഉച്ചയ്ക്കുള്ള ഭക്ഷണം വിളമ്പി അവളോട് വന്നിരിക്കാൻ പറഞ്ഞപ്പോൾ അവൾ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന രീതിയിൽ അവനെ നോക്കി. നിനക്ക് ഭ്രാന്താണ് ആദി, ചുമ്മാ ഇതെല്ലാം ഉണ്ടാക്കി വെറുതെ നേരം കളഞ്ഞു. ഡയാന ശകാരിച്ചു. മറുപടി ഒരു പുഞ്ചിരിയിൽ ഒതുക്കി ആദി. കഴിക്കാൻ പറഞ്ഞപ്പോൾ അവൾ പതിയെ സ്പൂൺ വെച്ച് കഴിക്കാൻ തുടങ്ങി. നല്ല രുചിയുണ്ടല്ലോ. അവൾ കണ്ണടച്ച് ആസ്വദിച്ച് കഴിച്ചു തുടങ്ങിയിരുന്നു. രുചിയൊക്കെ ഉണ്ടാവും, ഞാനെല്ലാം ഉണ്ടാക്കിയേ. അവൻ സ്വയം കോളറൊന്ന് പൊക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഓവ്, ആരാ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചേ? അമ്മയാണ്. തനിക്ക് അമ്മയെ കാണണ്ടേ? അവൻ ആവേശത്തോടെ ചോദിച്ചു. വേണം. തന്നമ്മ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ഓഫീസ് കാണിച്ചു കൊടുത്തിരുന്നു. ഇനി നാട്ടിൽ പോകുമ്പോൾ കൂടെ വരണം, കാണിക്കാം ഞാൻ. അവൻ നിസ്സാരമായി പറയുന്നത് കേട്ടപ്പോൾ അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. താൻ ഒരിക്കൽ പോലും അമ്മയെപ്പറ്റി ചോദിച്ചില്ല എന്ന് ജാളിതയോടെ ഓർത്തു. ആദിയുടെ അച്ഛൻ? ഇല്ല, ചെറുപ്പത്തിൽ 2 പേരുടെ ഡിവോഴ്സ് ആയതാണ്. അമ്മ റിട്ടയർഡ് ടീച്ചറാണ്. അച്ഛൻ പോസ്റ്റ്മാനും ആയിരുന്നു. എനിക്ക് 15 വയസ്സായപ്പോൾ ആയിരുന്നു. ഇഷ്ടമില്ലാതെ പറയുന്ന പോലെ തോന്നിയപ്പോൾ അവൾ ആ സംസാരം നിർത്തി. ഇനിയൊരു പെണ്ണൊക്കെ നോക്കണ്ടേ നമുക്ക്? അവൾ വിഷയം മാറ്റാനെന്ന പോലെ ചോദിച്ചു. അപ്പോൾ എൻ്റെ മോൻ എന്ത് ചെയ്യും? അവൻ തിരിച്ചു സംശയത്തോടെ ചോദിച്ചു. അച്ചു എൻ്റെ മോനല്ലേ? അവൻ കണ്ടുറുക്കി. അവളുടെ മുഖം വിവർണമായി. അവനോടൊന്നും ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അതൊക്കെ നേരാണ്. എങ്കിലും ആദ്യം മറ്റൊരു വിവാഹം കഴിക്കണം. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ 2 പേരുടെയും എൻ്റെ അച്ചുകുട്ടനെ ദത്തെടുത്തു. അപ്പോൾ അവന് അവൻ്റെ അച്ഛനെ കിട്ടില്ലേ? അവൾ ഉപായം കണ്ടുപിടിച്ച പോലെ പറഞ്ഞു. അപ്പോൾ അവൻ്റെ അമ്മയില്ലല്ലോ. അത് അവൻ്റെ അമ്മ താനല്ലേ? അവൻ്റെ ചോദ്യത്തിന് പതർച്ചയോടെ ഒന്ന് ചിരിച്ചു. അവളുടെ ഭാവമാറ്റം കണ്ടപ്പോൾ അവന് ശരിക്കും കൗതുകം തോന്നി. ഒരിക്കൽ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചതാണ് ഡയാന ഞാൻ. ചെറുപ്പം മുതൽക്കേ ഉള്ളിൽ കൊണ്ട് നടന്ന ഇഷ്ടമായിരുന്നു അത്. അവൾ തന്നെ ഒരുപാട് വട്ടം വേണ്ടെന്ന് പറഞ്ഞിട്ടും എനിക്കെന്തോ ആ ഇഷ്ടം മനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്തോ വല്ലാത്ത വീർപ്പുമുട്ടൽ പോലെ അവൾക്ക്. മറുപടിയില്ലാത്ത എന്തോ ഒന്ന് ചോദിക്കാൻ പോകുന്ന പോലെ. അവൻ തുടർന്നു. എൻ്റെ ഒരു ചീത്ത സ്വഭാവമാണത്. ഇഷ്ടം തോന്നിയാൽ പിന്നെ മറക്കാൻ ബുദ്ധിമുട്ടാണ്. ആ പെൺകുട്ടിക്ക് മറ്റൊരു അവകാശം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് മറക്കാനുള്ള ശ്രമം പോലും തുടങ്ങിയത് ഞാൻ. ഇപ്പോൾ പ്രണയമെന്ന് തോന്നുമ്പോൾ ആ പെൺകുട്ടിയല്ല മനസ്സിലേക്ക് ഓടി വരുന്നത്. പകരം അവനൊന്ന് നിർത്തി അവളെ തന്നെ നോക്കി. അസ്വസ്ഥതയോടെ അവൾ സ്പൂൺ പാത്രത്തിലിട്ട് ഇളക്കുകയാണ്. അച്ചു എൻ്റെ മോനാണ്. അവൻ്റെ അമ്മ താനും. ഇനി താൻ എനിക്ക് വേറെ ബന്ധങ്ങളൊന്നും കൊണ്ടുവരേണ്ട, കേട്ടല്ലോ? കുസൃതിയോടെയുള്ള ആ വാക്കുകളൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. അവളൊന്നും മിണ്ടാതെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. വൈകിട്ട് 5 മണിയോടടുത്തപ്പോഴാണ് രാഘു അച്ഛൻ വീട്ടിലേക്ക് വന്നത്. അദ്ദേഹം ഉള്ളിലേക്ക് കയറിയപ്പോൾ കൺമഷി സംഭാരം കൊണ്ടുകൊടുത്തു. അദ്ദേഹത്തിൻ്റെ ശീലമാണത്. എത്ര വൈകിയെന്ന് പറഞ്ഞാലും വീട്ടിലേക്ക് വരുമ്പോൾ സംഭാരം.
അവളെ നോക്കി പുഞ്ചിരിയോടത് വാങ്ങിക്കുടിച്ച് ദേവകി അമ്മയും കൺമഷിയും വീട്ടിലേക്ക് പോവാൻ നിൽക്കുവാണ്. പുലർച്ചെ പോകണം തിരുനാവായിലേക്ക്. ബലിയിട്ട് തിരിച്ചു വരുമ്പോൾ ഉച്ചയോടടുത്താവും. രുദ്രനും രാഘു അച്ഛനും കൂടെ വരും. ആഹാ, രണ്ടാളും പോവാൻ വരട്ടെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം പാത്രം അവളുടെ കയ്യിൽ കൊടുത്തു. ഗൗരവത്തോടെ പറയുന്നത് കേട്ടപ്പോൾ അമ്മ സംശയത്തോടെ അദ്ദേഹത്തെ നോക്കി. നീ പോയി രുദ്രനെ വിളിച്ചു വാ. സുഭദ്രയെ നോക്കി അദ്ദേഹം പറഞ്ഞപ്പോൾ കേട്ട വഴിയെ അവർ രുദ്രനെ വിളിക്കാൻ പോയി. എന്തു പറ്റിയച്ചാ? അവൻ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു. അവർ രണ്ടാളും സംശയത്തോടെ അച്ഛനെ നോക്കി. എന്താണ് പറയുന്നത് എന്നറിയാനായി. ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. രണ്ടുപേരുടെയും കല്യാണക്കാര്യത്തെ പറ്റി സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത്. രാഘവച്ചൻ ഗൗരവത്തോടെ പറയുന്നത് കേട്ടപ്പോൾ തന്നെ കൺമഷി ഇടം കണ്ണിട്ട് രുദ്രനെ നോക്കി. അവൻ്റെ നോട്ടവും ആ നേരം അവളിൽ പാറി വീണിരുന്നു. അതിന് കൺമഷിയുടെ പഠിപ്പ് കഴിഞ്ഞിട്ട് മതിയെന്നല്ലേ രുദ്രൻ പറഞ്ഞത്? അതിനിനി ഒരുപാട് സമയമില്ലേ? മാത്രമല്ല രണ്ടാളും അവിടേക്ക് തന്നെ പൊയ്ക്കോട്ടെ, കല്യാണം കഴിഞ്ഞ്. എന്താ രുദ്രൻ്റെ അഭിപ്രായം? അന്ന് ഞാനാണ് കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ ഉടക്കിയത്. പക്ഷേ ഇപ്പോൾ ഞാൻ എതിരൊന്നും പറയുന്നില്ല അച്ഛാ. കാരണം ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അവളുടെ പഠിപ്പ് എന്തൊക്കെ വന്നാലും പൂർത്തിയാവുമെന്ന്. അന്ന് എനിക്കതില്ലായിരുന്നു. അതാണെന്ന് ഞാൻ തൽക്കാലം കല്യാണം വേണ്ട എന്ന് പറഞ്ഞത്. അച്ഛൻ്റെ തീരുമാനം പോലെയെല്ലാം ആയിക്കോട്ടെ. അവളോടുകൂടെ ചോദിക്ക്, ഇനി എന്തെങ്കിലും മാറ്റ തീരുമാനത്തിൽ വന്നോ എന്നറിയില്ലല്ലോ. രുദ്രൻ പറയുന്നത് കേട്ടപ്പോൾ കണ്ണുരുട്ടി അവനെ നോക്കി കൺമഷി. എനിക്ക് കുഴപ്പമൊന്നുമില്ല രാഘുവച്ച, എല്ലാം അച്ഛ തീരുമാനിച്ചാൽ മതി. അവൾ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞപ്പോൾ എല്ലാവരും പുഞ്ചിരിയോടെ നോക്കി. എന്തായാലും ഇത്രയുമായ സ്ഥിതിക്ക് നമുക്ക് അത് നടത്തിയാലോ ദേവകി? അമ്മയോട് ചോദിച്ചപ്പോൾ പൂർണ്ണ സമ്മതം. എന്നാൽ നാളെ പോയി നമുക്കൊരു തീയതി ജോത്സ്യരെ കൊണ്ട് കുറിപ്പിച്ചുകൊണ്ട് വരാം. നിശ്ചയമായൊന്നും നടത്തണ്ട, ഇനി പോകാൻ അധികം ദിവസങ്ങളൊന്നുമില്ലല്ലോ. അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം പിടികിട്ടിയത്. അമ്പട അച്ഛ, അപ്പോൾ എല്ലാവരും എല്ലാം നേരത്തെ തീരുമാനിച്ചതാണല്ലേ? രുദ്രൻ മനസ്സിൽ വിചാരിച്ചു. തീരുമാനമെടുത്ത് കഴിഞ്ഞപ്പോൾ കൺമഷിയും അമ്മയും നേരെ വീട്ടിലേക്ക് പോകുവാനിറങ്ങി. അവളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറഞ്ഞു. ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്ന കാര്യമാണ് വിവാഹം. അമ്മേ, നമുക്ക് ഇന്ദുവിൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് വന്നാലോ? പാടം തിരിഞ്ഞുള്ള വളവ് കഴിഞ്ഞപ്പോൾ അമ്മയോട് ചോദിച്ചു. എതിരെയുള്ള വളവ് കഴിഞ്ഞ ഇന്ദുവിൻ്റെ വീടാണ്. രണ്ടുപേരും കൂടെ ഇന്ദുവിൻ്റെ വീട്ടിലേക്ക് നടന്നു. മുറ്റത്താരുമില്ല. പിന്നാമ്പുറത്ത് പശുവിനോട് ആരോ സംസാരിക്കുന്ന പോലെ തോന്നിയപ്പോൾ പിന്നിലേക്ക് വന്ന് നോക്കിയതാണ്. കാടിവെള്ളം കലക്കി കൊടുക്കുന്ന ഇന്ദു എന്തോ കാര്യമായി അവറ്റകളോട് പറയുകയാണ്. അതും കേട്ടിരിക്കുന്ന പശുവിനെ കണ്ടപ്പോൾ കൺമഷിക്ക് ചിരി വന്നുപോയി. പിന്നിൽ നിന്ന് ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് ഇന്ദു ആരാണെന്ന് മനസ്സിലാവാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയത്. ആഹാ, ചേച്ചിയോ? വാ, അകത്തേക്ക് വാ. അവൾ പുഞ്ചിരിയോടെ കൈ കഴുകി പിന്നാമ്പുറത്തൂടെ അകത്തേക്ക് കയറി. അമ്മയുണ്ട് മുൻപിൽ. ഞാൻ നിന്റെ ശബ്ദം കേട്ടപ്പോൾ വന്ന് നോക്കിയതാണ്. അവൾ പറയുന്നത് കേട്ടപ്പോൾ പുഞ്ചിരിയോടെ മുന്നിലെ വാതിൽ തുറന്നു. നിങ്ങളിരിക്ക്, ഞാൻ കാപ്പിയെടുക്കാം. ഇന്ദു അകത്തേക്ക് നടന്നു. പിന്നാലെ കൺമഷിയും. എങ്ങനെയാ ഇന്ദു രാത്രി ഇവിടെ തനിച്ച്? കൺമഷി വല്ലായ്മയോട് ചോദിച്ചു. അതിനാരാ പറഞ്ഞ ചേച്ചി ഒറ്റക്കായെന്ന്? അമ്മയും അച്ഛനുമുണ്ട് കൂട്ടിന്. പിന്നെ വീടിന് പുറത്താണെന്ന് മാത്രം. അതുമാത്രമല്ല ഈ പൈക്കളിലെ കൂട്ടിന്. ഞാൻ ഒറ്റക്കൊന്നും അല്ല. എന്നാലും കൺമഷി വീണ്ടും വിഷമത്തോടെ പറയുന്നത് കേട്ടപ്പോൾ ഇന്ദു പുഞ്ചിരിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ല ചേച്ചി. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഇതാ എനിക്കിപ്പോൾ ഇഷ്ടം. ജീവിക്കേണ്ട ചേച്ചി. ഒറ്റക്കായി എന്ന് പറഞ്ഞ് മരിക്കാൻ പറ്റില്ലല്ലോ. ചായ തിളച്ചപ്പോൾ അതിലേക്ക് പൊടിയിട്ടു. മധുരയിട്ട് ഗ്ലാസ്സിലേക്ക് പകർത്തി കൺമഷിക്ക് കൊടുത്തു. ചേച്ചി വാ, ഉമ്മറത്തേക്ക് ഇരിക്കാം. ഇവിടെയൊക്കെ ചാണകം മണക്കുന്നുണ്ടാവും. പുറകിൽ തന്നെ തൊഴുത്തായതുകൊണ്ട് ഇവിടേക്ക് നല്ല നാറ്റം ഉണ്ടാവും. എനിക്ക് പിന്നെ ഇത് ശീലമായി, അതുകൊണ്ട് അറിയില്ല. ഇന്ദു അതും പറഞ്ഞ് അവളെയും കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് നടന്നു. ഒരുപാട് വിശേഷം പറഞ്ഞിട്ടാണ് കൺമഷി ഇന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങിയത്. ഇന്ദുവിനും അത് വലിയ ആശ്വാസമായിരുന്നു. ആരെങ്കിലുമൊക്കെ ഇവിടേക്ക് വരുമ്പോൾ തന്നെ ഓർക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നറിയുമ്പോൾ വല്ലാത്ത സന്തോഷമാണ്. രാഗിമോൾ ഒന്നിടവിട്ട് വരാറുണ്ട് വീട്ടിലേക്ക്. അവൾക്ക് തന്നെ കണ്ടില്ലെങ്കിൽ വല്ലാത്ത വിമ്മിഷ്ടമാണ്. സത്യത്തിൽ അവൾ അടുത്തുള്ളപ്പോൾ ഒന്നിനെ പറ്റിയും ഓർക്കാൻ നേരം കിട്ടില്ല. ഓരോന്നിനെ പറ്റിയും പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും. ഒരു മിനിറ്റിന് വായ അടച്ചു വെക്കില്ല. എന്തൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതുമാത്രമല്ല വരുമ്പോഴൊക്കെ രാജീവ് ഇന്ദുവിനെ പറ്റി പറയുന്നതെല്ലാം പറയും. അത് കേൾക്കുമ്പോൾ ഇന്ദുവിന് സന്തോഷമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരാൾ നമ്മളെ സ്നേഹിക്കാനുണ്ടാവുക, നമ്മളെ പറ്റി ഓർക്കാനുണ്ടാവുക എന്നത് വല്ലാത്ത സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. രാത്രി ബാൽക്കണിയിലിരുന്ന് ആദിയോട് സംസാരിക്കുകയായിരുന്നു ഡയാന. ഒരു ബീൻ ബാഗ് ഇട്ടിട്ടുണ്ട് ബാൽക്കണിയിൽ. അതിലിരിക്കുകയാണ് ആദി. അവൾ നിലത്ത് വിരിച്ച യോഗ മാറ്റിലും ഇരുന്നുകൊണ്ട് വിശേഷങ്ങൾ പറയുവാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ സിറ്റിയിൽ നിറയെ മഞ്ഞയും വെള്ളയുമായ ലൈറ്റ് തെളിഞ്ഞിരുന്നു. അതൊരു കുഞ്ഞു പൊട്ടുപോലെ ഇരുട്ടി തെളിഞ്ഞു നിൽക്കുന്നു.
എടോ, തനിക്ക് ഡയാന രാജകുമാരിയെ പറ്റി അറിയുമോ? ആദ്യം എന്തോ പറയുന്ന കൂട്ടത്തിൽ ഓർത്തെടുത്ത പോലെ ചോദിച്ചു. ഇല്ല, എനിക്കറിയില്ല, അവൾ കൈമലർത്തി കാണിച്ചു. സ്വന്തം പേര് കൂടെയായിട്ട് തനിക്ക് ഒരിക്കൽ പോലും അവരെ പറ്റി അറിയുവാൻ ആഗ്രഹം തോന്നിയിട്ടില്ലേ? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഇല്ല എന്ന് ചുണ്ടു പിളർത്തി കാണിച്ചു. താനും അവരും തമ്മിൽ കുറച്ച് സാമ്യതയുണ്ട്. എന്ത് സാമ്യത? ലോകത്ത് തന്നെ പ്രണയത്തിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് അവരെയാണ്. അവനൊന്ന് നിവർന്നു നിന്നു. അതായത് എല്ലാവരെയും സ്നേഹിച്ചിരുന്ന ഒരുവൾ. അവൻ്റെ കണ്ണുകളിൽ വല്ലാതെ അലിവ് വന്നു ചേർന്നു. അവൻ താഴെ ഇറങ്ങി അവൾക്കൊപ്പം മാറ്റിലിരുന്നു. പിന്നെയുമുണ്ട്, അവരാണ് എയ്ഡ്സ് രോഗം അത്ര വലിയ രോഗമൊന്നുമല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അവൻ പറയുന്നത് കേട്ടപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ നിന്ന് പല അർത്ഥങ്ങളും അവന് വായിച്ചെടുക്കാമായിരുന്നു. അവനത് കാണി തുടർന്നു. എയ്ഡ്സ് രോഗികൾക്കും കല്യാണം കഴിക്കാമെന്ന് അവരാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. കാരണം പ്രണയമെന്നു മനസ്സിലാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു ഡയാന. അവൻ ഡയാനയുടെ കൈകളിൽ പതിയെ തൊട്ടു. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. എന്തിനാണ് ആ ഒരു കാര്യം പറഞ്ഞ് എന്നെ മാറ്റി നിർത്തുന്നത്? തനിക്കറിയാം എനിക്ക് തന്നെ എത്രത്തോളം ഇഷ്ടമാണ് എന്ന്. മറ്റൊരു നിസ്സാര കാര്യം പറഞ്ഞ് എന്നെ അതിൽ നിന്ന് മാറ്റി നിർത്തേണ്ട താൻ, സ്പെഷ്യലി ഈ രോഗം പറഞ്ഞ്. അവൾക്ക് മറുപടി ഒന്നുമില്ലായിരുന്നു. കണ്ണിമ വെട്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്നാണെങ്കിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം ഡയാന. അതിനൊക്കെ പല വഴികളും നമ്മുടെ നാട്ടിലില്ലേ? അല്ല, ഇനി എൻ്റെ ചോരയിൽ തന്നെ ഒരു കുഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ അതിനും ഞാൻ. ബാക്കി പറയാൻ സമ്മതിക്കാതെ അവൾ പെട്ടെന്ന് അവൻ്റെ വാ പൊത്തി. അവൻ നോക്കുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എൻ്റെ ജീവിതം ഇനി ഒരു കുഞ്ഞിനും വരരുതാതി. അവൾ വിങ്ങിപ്പൊട്ടി. അവൻ്റെ നെഞ്ചിലേക്ക് വീണ് ഇറുക്കെ ഇറുക്കെ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അപ്പം എങ്ങനെയാ എൻ്റെ പ്രണയത്തിൻ്റെ റാണിയാവുന്നു ഡയാന രാജകുമാരി? അവൻ തന്നെ കെട്ടിപ്പിടിച്ചു വിങ്ങുന്നവളോട് കുസൃതിയോടെ ചോദിച്ചു. മറുപടി ഒന്നുമില്ലായിരുന്നു. അവൻ്റെ നെഞ്ചിൽ അമർത്തി തുള്ളി. അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളെ അങ്ങനെ ചേർത്ത് പിടിച്ച് അങ്ങനെ തന്നെ ഇരുന്നു. ദൂരെ തങ്ങളെ നോക്കി കണ്ണ് ചിമ്മുന്ന നക്ഷത്രത്തെ നോക്കി നിന്നു. ദേവ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകാനായി ഇറങ്ങിയതാണ്. അവളെ കാത്തുന്ന പോലെ സിദ്ധു പറഞ്ഞു നിൽക്കുകയാണ്. അവനെ കണ്ടതും അവൾ ഓടി വന്ന് ബൈക്കിൽ കയറി. എന്താടി പെട്ടെന്ന് നാട്ടിൽ പോവാൻ? അയ്യോ, അപ്പോൾ കൂട്ടുകാരനൊന്നും പറഞ്ഞില്ലേ? അവൾ കളിയാക്കി ചോദിക്കുന്നത് കേട്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ കുറുകി. എടാ പൊട്ട, എൻ്റെ ഏട്ടൻ്റെ കല്യാണം തീരുമാനിച്ചു. അതിൻ്റെ പ്രോഗ്രാംസ് അറിയാനാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. അവൾ അവനെ കെട്ടിപ്പിടിച്ചു. വണ്ടി വിട്ടോ എന്നർത്ഥത്തിൽ നോക്കി പറഞ്ഞപ്പോൾ അവൻ കണ്ണു മിഴിച്ച് അവളെ നോക്കി. ഇത്ര പെട്ടെന്നോ? അവൻ വാ പൊളിച്ചു. പിന്നെ ഇനി എങ്ങോട്ടാ? മൂക്കിൽ പല്ല് വന്നിട്ടോ? ദേ, മര്യാദയ്ക്ക് അവരുടെ കല്യാണം കഴിഞ്ഞാലേ എന്നെ വന്ന് പെണ്ണ് ചോദിച്ചോണം. എനിക്ക് വയ്യ ഇങ്ങനെ. അവൾ പിണക്കത്തോടെ പറയുന്നത് കേട്ടപ്പോൾ ചിരിച്ചു പോയിരുന്നു അവൻ. അവൻ മെല്ലെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. വണ്ടി മുന്നോട്ട് പായും പോലെ ദേവെന്തൊക്കെയോ വിശേഷങ്ങൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു.